അസ്സലാമലൈക്കും. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, എൻ്റെ നല്ലവരായ സുഹൃത്തുക്കളെ ഒക്കെ നമ്മളെ നാട്ടിലുള്ള എല്ലാവരും കൂടിയിട്ട് എനിക്ക് 5-6 മാസമായിട്ട് എൻ്റെ കാലിൻ്റെ മേലെ ഒരു ചെറിയ മുറിവ് വന്ന് ഒരു പഴുപ്പ് പോലെ ആയതാണ്. ആ വിരൽ മുറിച്ച് കളഞ്ഞ് ഇപ്പോൾ കാലിൻ്റെ തള്ളവിരൽ മാത്രമാണ് എനിക്ക് ആകെ ബാക്കി നിൽക്കുന്നത്. ഇതെന്താ അസുഖം എന്ന് അറിഞ്ഞില്ല. മെഡിക്കൽ കോളേജിൽ നിന്ന് കാല് മുറിച്ച് കളയാൻ പറഞ്ഞതാണ്. അങ്ങനെ പാലക്കാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടുന്ന് കാല് മുറിക്കണ്ട, കാലിൻ്റെ ഈ അവസ്ഥ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുന്നെയാണ് എനിക്ക് 1.5 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ഒരു ഓപ്പറേഷൻ നടത്തിയത്. അതും എൻ്റെ നാട്ടിലുള്ള ആൾക്കാരെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഞാനൊരു പ്രവാസിയായിരുന്നു. പിന്നെ ഖത്തർ പൊന്നാനി വെൽഫെയർ സൊസൈറ്റിയിൽ ഒരു മെമ്പറായിരുന്നു. പിന്നെ പൊന്നാനിയിൽ സിറ്റി ചാനൽ എന്ന ചാനലിലൊരു ക്യാമറമാനായിട്ട് കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പുണ്യമാസത്തിൽ ഞാൻ പടച്ച റബ്ബിനെ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങളോട് കൈ നീട്ടുകയാണ്. അള്ളാൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾക്ക് കഴിച്ചാൽ കഴിയുന്ന സഹായം ചെയ്തു തരും. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമലൈക്കും. ഷജീർ പഴയന്നൂരാണ്. വളരെ എമർജൻസി ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ ചന്തപ്പടി വാർഡ് 5 താമസിക്കുന്ന ജംഷീദ് എന്ന് പറയുന്ന ഇക്കാൻ്റെ ഒരു ചികിത്സ ആവശ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. ജംഷീദ് കാക്ക് 6 മാസം മുന്നേ കാലിൽ മുറി വന്നതാണ്. ആ മുറി പഴുത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 കാലിലും കാലിൻ്റെ മുട്ടിന് താഴെ വ്രണങ്ങളായിട്ട് അങ്ങനെ മുറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ കാലിൽ 2 കാലിലുമായിട്ട് വിരലുകളൊക്കെ മുറിച്ച് മാറ്റി. ഈ ഒരു 6 മാസക്കാലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് രാജീവ് ഗാന്ധി ഹോസ്പിറ്റലും അതേപോലെ തന്നെ പെരിന്തൽമണ്ണ EMS ഹോസ്പിറ്റലും ആയിട്ടൊക്കെയാണ് ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഒരു മാസം തന്നെ 50,000 രൂപയുടെ അടുത്ത് മരുന്നിനാണെങ്കിലും അതേപോലെ തന്നെ ആംബുലൻസ് വിളിച്ചിട്ടാണ് ഇവിടുത്തെ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ആളെ കൊണ്ടുപോകുന്നത്. ആളുടെ ഉപ്പ മരണപ്പെട്ടാണ്, ഉമ്മ മരണപ്പെട്ടാണ്, ആകെ ഉള്ളത് ഭാര്യയും 3 മക്കളാണ്. ഇപ്പോൾ ആൾക്ക് ഈ അസുഖം വന്ന കാരണം കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള നല്ലവരായ ജനങ്ങളുടെയും മഹല് കമ്മിറ്റിയുടെയും മുഴുവൻ ആളുകളുടെയും സഹായം കൊണ്ട് മാത്രമാണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒരു തരത്തിലും ഒരു മാർഗ്ഗവും ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞങ്ങളെല്ലാവരും നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ ജംഷീദ് ഖാൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പറും ഗൂഗിൾ പേയുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കാലിൻ്റെ മുട്ടിന് താഴെ നീര് വന്ന് എത്രയും പെട്ടെന്ന് തന്നെ 1-2 സർജറികളും അതേപോലെ തന്നെ ചികിത്സയും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് ആംബുലൻസും കാര്യങ്ങളൊക്കെ വന്ന് ഇവിടുത്തെ കമ്മിറ്റി, അതായത് ആലിങ്ങൽ ജംഷീദ് ചികിത്സാ സഹായ സമിതി എന്ന പേരിൽ തന്നെ ഓൾറെഡി കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഇതിൻ്റെ മഹല് ഖത്തീമും അതേപോലെ തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പറും ഇതിനോട് ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഈ വീഡിയോയിലുണ്ട്. ഈ വീഡിയോ കാണുന്ന നല്ലവരായ മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ, നല്ലവരായ പ്രവാസികളുടെ മുമ്പിൽ ഈ ഒരു പുണ്യമാസത്തിൽ നോമ്പ് നോറ്റി ഞങ്ങളെല്ലാവരും ജംഷീദ് ഖാൻ്റെ ജീവന് വേണ്ടിയിട്ട് നിങ്ങളുടെയൊക്കെ മുമ്പിൽ കൈ നീട്ടാണ്. പടച്ച തമ്പുരാനെ വിചാരിച്ച് നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് ഒരു ഷെയർ കൊണ്ടാണെങ്കിലും നിങ്ങളെക്കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റാന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. ജാതി നോക്കാണ്ട്, മതം നോക്കാണ്ട്, രാഷ്ട്രീയം നോക്കാണ്ട് ഈ നാട്ടിലെ ക്ലബ്ബുകളാണെങ്കിലും സംഘടനകളാണെങ്കിലും ആർക്കൊക്കെ എന്തൊക്കെ രീതിക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ജംഷീദ് ഖാൻ്റെ ജീവന് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ കൈ നീട്ടാണ്. ഈ വീഡിയോ പരമാവധി നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിക്കുള്ള സഹായങ്ങൾ എല്ലാവരും നൽകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാരം. സംസാരിക്കുന്നത് CV ജംഗ്ഷൻ മഹല്ല് ഖത്തീബാണ്. ഇവിടെ സജീർ പഴയന്നൂർ സംസാരിച്ചതുപോലെ വളരെ പാവപ്പെട്ട ഒരു കുടുംബം, ആലിങ്ങൽ ജംഷീദ് എന്ന് പറയുന്ന സഹോദരനിക്ക് വേണ്ടിയുള്ള ഒരു ചികിത്സാ സഹായ സമിതിയാണ്, കൂട്ടായ്മയാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ നിങ്ങളെല്ലാ ആളുകളും ആലിങ്ങൽ ജംഷീദ് എന്ന സഹോദരനിക്ക് വേണ്ടി സഹായിക്കുകയും അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുവരാൻ ഓരോ ആളുകളും കടമപ്പെട്ടവരാണ് എന്ന് ഓർമ്മിപ്പിക്കുകയും അതേപോലെ എപ്പോഴാണ് രോഗം വരിക എന്നുള്ളതോ ഒന്നും നമുക്കറിയില്ല, എല്ലാം ദൈവത്തിൻ്റെ നിശ്ചയം എന്ന് മാത്രം പറഞ്ഞ് നിങ്ങളെല്ലാ ആളുകളും ജംഷീദിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുക, സഹകരിക്കുക. പടച്ച തമ്പുരാൻ എല്ലാവരെയും മാരക രോഗങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സംസാരിക്കുന്നത് ചന്തപ്പടി മഹല്ല് ഖത്തീബ് ശിഹാബുദ്ദീൻ അഹ്സനിയാണ്. നമ്മുടെ മഹല്ലിൽ താമസിക്കുന്ന ജംഷീദ് ആലിങ്ങൽ എന്ന സഹോദരൻ പ്രമേഹ രോഗം ബാധിച്ച് വളരെ വിഷമാവസ്ഥയിൽ കഴിയുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ ഷജീർ പയ്യന്നൂരിൻ്റെ നേതൃത്വത്തിൽ
ചികിത്സാ സഹായ സമിതി ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ ആ ഒരു ചികിത്സയ്ക്ക് വേണ്ടി ഭീമമായ സംഖ്യ വരുന്നുണ്ട്. നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഇതിലേക്ക് ചെയ്യണമെന്ന് ചന്തപ്പടി മഹല്ല് ഖത്തീബ് എന്ന പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ 5-ാം വാർഡിലെ കൗൺസിലറാണ്. നമ്മുടെ ജംഷീദ് ആലിങ്ങൾക്ക് വളരെ അത്യാവശ്യമായി ചികിത്സ ആവശ്യമായി വന്നതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന ഒരു തുക നിങ്ങൾക്ക് നൽകി അവരെ സഹായിക്കാവുന്നതെന്ന് ഞാൻ പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മളിവിടെ ചേർന്നിട്ടുള്ളത് എൻ്റെ സുഹൃത്തും വളരെ ആരോഗ്യമുള്ള ഒരു വ്യക്തിയുമായിരുന്ന ജംഷി. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഷുഗറും മറ്റുള്ള സൂക്കടും പിടിച്ച് വളരെ പരിതാപകരമായ അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ജംഷീദിനെ സഹായിക്കുന്നതിന് വേണ്ടി ഇവിടെ പ്രിയപ്പെട്ട ഷജീർ പഴയന്നൂരിൻ്റെ നേതൃത്വത്തിൽ ഈ ഉദ്യമം ഏറ്റെടുക്കുകയും അതിൻ്റെ ഒരു ചികിത്സാ സമിതി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ അടിയന്തരമായി നിങ്ങളാൽ കഴിയുന്ന, നമ്മളിപ്പോൾ പ്രാദേശികമായി നമ്മൾ ചെയ്യാൻ കഴിയുന്നത് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഒന്നും ആകുന്നില്ല. അപ്പോൾ ഈ പ്രിയ സുഹൃത്ത് ഈ ഉദ്യമം ഏറ്റെടുത്തതിൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും ഇതിലേക്ക് കഴിയാവുന്ന രീതിയിൽ സഹായിച്ചുകൊണ്ട് ഈ ഉദ്യമം വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നമസ്കാരം, ഞാൻ ഇവിടെ ചന്തപ്പടിയിലെ ആംബുലൻസ് ഡ്രൈവറാണ്. പിന്നെ ജംഷീദ് കാലങ്ങളോളമായിട്ട് സുഖമില്ലാണ്ടിരിക്കുന്ന 6 മാസത്തോളമായി ഞാൻ ആംബുലൻസിൽ കൊണ്ടുപോകുന്നു. ഇപ്പോൾ ആളെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളാൽ കഴിയാവുന്ന സഹായം നിങ്ങൾ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ സുഹൃത്താണ്. അവനെ ഞാൻ ചെറുപ്പം മുതലേ അറിയാവുന്നതാണ്. അവൻ്റെ ഉമ്മാൻ്റെ ഉമ്മയാണ് അവനെ വളർത്തിയത്. ചെറുപ്പത്തിലെ അവൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ അവൻ്റെ ഉമ്മയും എല്ലാവരോടും വളരെ സ്നേഹമായി പെരുമാറുന്ന എൻ്റെ സുഹൃത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ ഇടനെഞ്ച് പൊട്ടുകയാണ്. അവനെ നമ്മളെ അറിയുന്ന എല്ലാവരും അതുപോലെ തന്നെ മറ്റുള്ളവരും അവനെ സഹായിക്കണം. വളരെ ദയനീയമായ ഒരവസ്ഥയാണ്.